ചെറുപ്രായത്തിൽ തന്നെ പുണ്യവതി എന്ന പേര് സമ്പാദിച്ച ഒരു പെൺകുട്ടി. നല്ലവനായ ദൈവം കരയുകയും സങ്കടപ്പെടുകയും ചെയ്യുമ്പോൾ എനിക്കെങ്ങനെ കളിക്കാനാകും എന്ന് ആകുലപ്പെട്ട ഒരു പെൺകുട്ടി. മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും 5-ാം വയസ്സ് മുതൽ ഉപവാസം അനുഷ്ഠിക്കുകയും ചെയ്ത ഒരു പെൺകുട്ടി. ദൈവത്തോടു കൂടെ കരയുവാനും സങ്കടപ്പെടുവാനും ഉണർന്നിരിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായിട്ട് ദൈവം എന്നെ പ്രത്യേകം വിളിച്ചിരിക്കുന്നു എന്നവൾ ചിന്തിച്ചതിൽ അത്ഭുതപ്പെടാൻ ഒന്നും തന്നെയില്ല. ദൈവം വിളിച്ചപ്പോൾ സ്വന്തം കുടുംബം വിട്ടിറങ്ങി കുടുംബങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചവൾ. തിരുക്കുടുംബ സന്യാസിനി സമൂഹത്തിന് രൂപം കൊടുത്തവൾ. അതെ, കുടുംബങ്ങളുടെ മധ്യസ്ഥ എന്ന് നമ്മൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന വിശുദ്ധ മറിയം ത്രേസ്യയുടെ ജീവിതമാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. പുത്തഞ്ചിറ ഗ്രാമത്തില് പൗരാണിക പ്രസിദ്ധിയുള്ള ഒരു തറവാട്ടു കുടുംബമായിരുന്നു ചിറമൽ മങ്കിടിയാൻ കുടുംബം. കുഞ്ഞിത്തമ്മൻ താണ്ടമ്മ ദമ്പതികളുടെ തൃതീയ സന്താനമായിട്ട് 1876 ഏപ്രിൽ 26-ാം തീയതി മറിയം ത്രേസ്യ ജനിച്ചു. തുടർന്ന് മെയ് മാസത്തിൽ പുത്തഞ്ചിറ പള്ളിയിൽ വെച്ചിട്ട് അന്നത്തെ വികാരിയച്ചനായിരുന്ന മാളിയേക്കൽ കൂഞ്ഞൻ പൗലോസച്ചൻ മറിയം ത്രേസ്യയ്ക്ക് മാമോദിസ നൽകി. മാമോദിസ വിശുദ്ധയായിട്ട് മറിയം ത്രേസ്യയ്ക്ക് ലഭിച്ചത് കർമ്മലീത്ത സഭയെ നവീകരിച്ച വിശുദ്ധ അമ്മ ത്രേസ്യയുടെ നാമമായിരുന്നു. നാമഹേതുവായ വിശുദ്ധയെ പോലെ കേരളക്കരയിലെ സന്യാസ ജീവിതത്തിൽ നൂതനപാത വെട്ടിത്തുറക്കുവാൻ ആ ശിശു വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അന്നാരും മനസ്സിലാക്കിയിരുന്നില്ല. ഒത്തിരിയേറെ സമ്പത്തുള്ള കുടുംബമായിരുന്നു ചിറമൽ മങ്കിടിയാൻ കുടുംബമെങ്കിലും ത്രേസ്യയുടെ പിതാവിൻ്റെ മദ്യപാനം മൂലം ഒത്തിരിയേറെ ക്ലേശങ്ങൾ ആ കുടുംബത്തിന് സഹിക്കേണ്ടി വന്നു. എന്നിരുന്നാൽ പോലും മറിയം ത്രേസ്യയുടെ അമ്മ ദൈവത്തിലുള്ള വിശ്വാസം ഒരിക്കലും ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങി. ചെറുപ്രായത്തിൽ തന്നെ മക്കളെ കുഞ്ഞു വേലകൾ പരിശീലിപ്പിക്കുവാനും അവർക്ക് ദൈവിക ജ്ഞാനവും ദൈവിക സ്നേഹവും പകർന്നു കൊടുക്കുവാനായിട്ട് ഈ അമ്മ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. മക്കളെ മടിയിലിരുത്തി അമ്മിഞ്ഞ പാല് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈശോ, മാതാവ് എന്നീ പാവന നാമങ്ങൾ ഉച്ചരിക്കുവാനായിട്ട് ഈ അമ്മ മക്കളെ പഠിപ്പിച്ചിരുന്നു. വൈകുന്നേരങ്ങളിൽ ദേവാലയത്തിൽ കുരിശുമണി മുഴങ്ങുമ്പോൾ അമ്മ മക്കളെ വിളിച്ചിരുത്തി അവർക്ക് സന്ധ്യാപ്രാർത്ഥന ചൊല്ലിക്കൊടുത്ത് അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമായിരുന്നു. അന്നൊക്കെ ത്രേസ്യ ഒത്തിരി കൗതുകത്തോടു കൂടി ഈ അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കി നിൽക്കുമായിരുന്നു. കാരണം കുഞ്ഞായിരുന്നതിനാൽ ഈ അമ്മ ചെയ്യുന്ന കാര്യങ്ങളുടെ അർത്ഥം അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ അമ്മ ചെയ്യുന്ന ഓരോ കാര്യവും ഒത്തിരി സന്തോഷത്തോടു കൂടി ഒത്തിരി കൗതുകത്തോടു കൂടി ഈ മകള് വീക്ഷിക്കുമായിരുന്നു. അങ്ങനെ ചെറുപ്രായത്തിൽ അമ്മ പകർന്നു കൊടുത്ത ആ വിശ്വാസത്തിൻ്റെ തിരിനാളം ജീവിതത്തിൽ ഉടനീളം കെടാതെ ഇവർ കാത്തു സൂക്ഷിച്ചു. അമ്മയോട് വിശേഷങ്ങൾ പറയുന്ന പോലെ തന്നെ പരിശുദ്ധ അമ്മയോടും മറിയം ത്രേസ്യ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു. സ്വന്തം അമ്മയെ സ്നേഹിക്കുന്ന പോലെ തന്നെ പരിശുദ്ധ അമ്മയെയും മറിയം ത്രേസ്യ ഒത്തിരി സ്നേഹിച്ചിരുന്നു. ഒരിക്കൽ വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയ്ക്കിടയിൽ കുഞ്ഞായിരുന്നപ്പോൾ മറിയം ത്രേസ്യ ഉറക്കെ പ്രാർത്ഥനകൾ സ്ഫുടതയോടുകൂടി ചൊല്ലുന്നത് അമ്മ ശ്രദ്ധിച്ചു. ഇത് കണ്ടപ്പോൾ അമ്മയ്ക്ക് ഒത്തിരി ആശ്ചര്യം തോന്നി. കാരണം കുഞ്ഞായിരുന്നതിനാൽ ഇവൾ എങ്ങനെയാണ് ഈ പ്രാർത്ഥനകളൊക്കെ പഠിച്ചെടുത്തതെന്ന് അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പം അമ്മ മറിയം ത്രേസ്യയോട് ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെയാണ് ഈ പ്രാർത്ഥനകളൊക്കെ പഠിച്ചെടുത്തതെന്ന്. അപ്പോൾ മറിയം ത്രേസ്യ അമ്മയോട് ഇപ്രകാരം പറയുകയാണ്, അമ്മേ, മാതാവാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഈ പ്രാർത്ഥനകളൊക്കെ പഠിപ്പിച്ചു തന്നതെന്ന്. എല്ലാ ഞായറാഴ്ചകളിലും സജീവമായിട്ട് വിശുദ്ധ കുർബാനയിൽ മറിയം ത്രേസ്യ പങ്കെടുത്തിരുന്നു. മറിയം ത്രേസ്യയുടെ അമ്മയ്ക്ക് പീഡിതനായ ക്രിസ്തുവിനോട് ഒരു പ്രത്യേക ഭക്തി അടുപ്പമുണ്ടായിരുന്നു.
കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിച്ച ഈശോയുടെ കൈകാലുകളിലെ ആണിപ്പഴുതുകളും ശിരസിലെ മുൾമുടിയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ അമ്മ മകളോട് ഇപ്രകാരം പറയുമായിരുന്നു: എൻ്റെ മകളെ, നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ നിമിത്തമാണ് ഈശോ കുരിശിൽ മരിച്ചത്. ഇനി ഒരു കാരണവശാലും ഒരു ചെറിയ തെറ്റ് ചെയ്തു പോലും നമ്മൾ ഈശോയെ വേദനിപ്പിക്കാൻ പാടില്ല. നേരെ മറിച്ച് നമുക്കാവുന്ന രീതിയിൽ നന്മ പ്രവൃത്തികൾ ചെയ്ത് വിശുദ്ധിയിൽ ജീവിച്ച് ഈശോയെ സന്തോഷിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അന്ന് അമ്മ പറഞ്ഞു കൊടുത്ത ഈ കാര്യങ്ങൾ മറിയം ത്രേസ്യ ഹൃദയത്തിൽ തന്നെയാണ് സംഗ്രഹിച്ചത്. അന്ന് മുതൽ പീഡിതനായ ക്രിസ്തുവിനോട് മറിയം ത്രേസ്യയും പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മറിയം ത്രേസ്യ ഒത്തിരി ത്യാഗപ്രവൃത്തികൾ അനുഷ്ഠിച്ചിരുന്നു. കഴിക്കുന്ന ഭക്ഷണത്തിൽ കയ്പ് ചേർത്ത് ഭക്ഷിക്കുക, തലയണ ഉപേക്ഷിച്ച് കല്ല് വിരിച്ച് അതിന്മേൽ കിടക്കുക, പായ ഉപേക്ഷിച്ച് ചരല് വിരിച്ച് അതിന്മേൽ കിടന്നുറങ്ങുക, ചാട്ടവാറടി കൊണ്ട് സ്വന്തം ശരീരത്തെ മുറിവേൽപ്പിക്കുക. ഇങ്ങനെ ഒത്തിരി നമുക്ക് സങ്കല്പിക്കാവുന്നതിൽ അധികം ത്യാഗപ്രവൃത്തികൾ ചെറുപ്പമായിരുന്നപ്പോൾ തന്നെ മറിയം ത്രേസ്യ അനുഷ്ഠിച്ചു പോന്നിരുന്നു. നോമ്പും പ്രാർത്ഥനയും ഉപവാസവും അവളുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ മറിയം ത്രേസ്യ തൻ്റെ ജീവിതം ഈശോയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് തീരുമാനമെടുത്തിരുന്നു. നിത്യകന്യകയായിട്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചു കൊള്ളാമെന്ന് അവൾ ദൃഢനിശ്ചയമെടുത്തിരുന്നു. ആ കാലഘട്ടത്തിൽ പ്രായപൂർത്തിയായ പെൺകുട്ടികളുടെ കാതുകൾ തുളച്ച് ആഭരണങ്ങൾ അണിയിക്കുക ഒരു പതിവായിരുന്നു. മറിയം ത്രേസ്യയുടെ അമ്മയും 2 തവണ മറിയം ത്രേസ്യയുടെ കാതുകൾ തുളച്ച് ആഭരണങ്ങൾ അണിയിച്ചിരുന്നു. എന്നാൽ ആ 2 തവണയും മറിയം ത്രേസ്യ ആഭരണങ്ങൾ വലിച്ച് പൊട്ടിച്ചു കളഞ്ഞു എന്നാണ് മറിയം ത്രേസ്യയുടെ ആത്മകഥയിൽ രേഖപ്പെടുത്തുന്നത്. ഇതിൽ നിന്നും വ്യക്തമാണ് അവളുടെ ജീവിതം ഈശോയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് തീരുമാനമെടുത്തിരുന്നു എന്നുള്ള കാര്യത്തിൽ. ആ കാലഘട്ടത്തിലാണ് മറിയം ത്രേസ്യയുടെ അമ്മയ്ക്ക് മാരകമായ ഒരു രോഗം പിടിപെടുന്നത്. ആ രോഗത്തെ തുടർന്ന് അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു. 16-ാം വയസ്സിലാണ്, മറിയം ത്രേസ്യയ്ക്ക് 16 വയസ്സുള്ളപ്പോഴാണ് അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞത്. പിന്നീട് കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്തത് മറിയം ത്രേസ്യ തന്നെയായിരുന്നു. മറിയം ത്രേസ്യയുടെ 3 ഉറ്റ സുഹൃത്തുക്കളായിരുന്നു കരിമാലിക്കൽ മറിയം, മാളിയേക്കൽ കൂഞ്ഞൻ ത്രേസ്യ, മാളിയേക്കൽ കൂഞ്ഞൻ മറിയം എന്നിവർ. ഇവർ 4 പേരും ഒരുമിച്ചായിരുന്നു അനുദിനം ദേവാലയത്തിൽ പോയിരുന്നതും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്നതുമൊക്കെ. അവരുടെ ഇടയിൽ മറിയം ത്രേസ്യയ്ക്കായിരുന്നു കുറച്ചും കൂടി പ്രാർത്ഥന അനുഭവമെങ്കിലും അവർ ഒരുമിച്ച് തന്നെയാണ് എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടു കൂടി ചെയ്തിരുന്നത്. സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ ശുശ്രൂഷിക്കുന്ന പോലെ തന്നെ മറ്റുള്ള കുടുംബങ്ങളെ ശുശ്രൂഷിക്കുവാനായിട്ട് ഇവർ പ്രത്യേക താല്പര്യം കാണിച്ചിരുന്നു. സ്വന്തം മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട് അനാഥരായി ഒത്തിരി കഷ്ടപ്പാടുകൾ സഹിക്കുന്ന വൃദ്ധരായ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുവാനും അവർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുവാനും അവർക്ക് നല്ല വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കുവാനും ഒക്കെയായിട്ട് ഒത്തിരി കാര്യങ്ങൾ തന്നാലാവുന്ന വിധത്തിൽ ഇവർ ചെയ്തിരുന്നു. ഒരു ദിവസം ഇവരിങ്ങനെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് മറിയം ത്രേസ്യ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. തനിക്ക് ഒറ്റയ്ക്ക് ഏകാന്തതയിൽ വനത്തിൽ പോയി പ്രാർത്ഥിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഒരു വിശേഷമായിട്ട് ഇവരുടെ ഇടയിൽ മറിയം ത്രേസ്യ പങ്കുവെക്കുകയാണ്. ഈ ഒരു കാര്യം എങ്ങനെയോ മറിയം ത്രേസ്യയുടെ കുഞ്ഞനുജത്തി ഇട്ടിയാനം കേൾക്കാനിടയായി. സ്വന്തം അമ്മ മരിച്ചതിനു ശേഷം ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ചെയ്തിരുന്നത് മറിയം ത്രേസ്യയായിരുന്നു. അത് കാരണം ഇട്ടിയാനത്തിന് മറിയം ത്രേസ്യയെ ഒത്തിരി ഇഷ്ടമായിരുന്നു. മറിയം ത്രേസ്യ സ്വന്തം ചേച്ചി വീട് ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോൾ കുഞ്ഞനുജത്തിക്ക് അതൊട്ടും സഹിക്കാൻ സാധിച്ചിരുന്നില്ല. അനുജത്തി വീട്ടിൽ ചെന്ന് ഈ കാര്യം മറിയം ത്രേസ്യയുടെ ഒരു ആഗ്രഹം വീട്ടിൽ പങ്കുവെച്ചു. ഉടനെ തന്നെ കർശനമായ താക്കീതാണ് മറിയം ത്രേസ്യയ്ക്ക് വീട്ടിൽ നിന്ന് ലഭിച്ചത്. ഒരു കാരണവശാലും വനത്തിലേക്ക് പോകരുതെന്നും പ്രാർത്ഥിക്കണമെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതിയെന്നുമുള്ള താക്കീത് മറിയം ത്രേസ്യയ്ക്ക് ലഭിക്കുകയാണ്. പക്ഷേ ഈ താക്കീതുകളൊന്നും മറിയം ത്രേസ്യയുടെ ആഗ്രഹത്തെ നശിപ്പിച്ചിരുന്നില്ല. നേരെ മറിച്ച് കൂടുതൽ തീക്ഷ്ണതയോടുകൂടി അവൾ ഈശോയെ സ്നേഹിച്ചു.
ഈശോയെ പ്രതി ഒത്തിരി ആത്മാക്കളിലേക്ക് അവൾ ഇറങ്ങിച്ചെല്ലുകയായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയ്ക്കും ഏകാന്തതയ്ക്കുമുള്ള മറിയം ത്രേസ്യയുടെ ആഗ്രഹം അനുദിനം വർദ്ധിച്ചു വരികയായിരുന്നു. ദൈവ ചൈതന്യമായിരുന്നു മറിയം ത്രേസ്യയെ മുൻപോട്ട് നയിച്ചിരുന്നത്. എല്ലാ ദിവസവും ജപമാല ചൊല്ലിയിട്ട് തന്നെയാണ് ഇവർ എല്ലാ കാര്യങ്ങളും പ്രവർത്തനങ്ങളും ആരംഭിച്ചിരുന്നത്. ഭിന്നിച്ച് കലഹിച്ച് കഴിയുന്ന ദമ്പതികളുടെ അടുത്ത് ചെന്ന് അവരെ ഉപദേശിക്കുവാനും ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനുമുള്ള ഒരു പ്രത്യേക കഴിവ് മറിയം ത്രേസ്യയ്ക്ക് ഈശോയിൽ നിന്ന് ലഭിച്ചിരുന്നു. കുഞ്ഞനുജിത്തിയെ അമ്മ മരിച്ചതിന് ശേഷം നോക്കി വളർത്തിയ കാരണം മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങളോട് ഒരു പ്രത്യേക വാത്സല്യവും അനുകമ്പയും മറിയം ത്രേസ്യയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ പകൽ സമയങ്ങളിൽ പരസഹായ പ്രവർത്തികളിൽ വ്യാപൃതിയായ മറിയം ത്രേസ്യ രാത്രിയിൽ ദീർഘനേരം ഈശോയോട് പ്രാർത്ഥിച്ചിരുന്നു. വനത്തിൽ പോയി ഏകാന്തതയിൽ പ്രാർത്ഥിക്കുവാനുള്ള മറിയം ത്രേസ്യയുടെ ആഗ്രഹത്തെ വീട്ടുകാർ എതിർത്തെങ്കിലും ഏതെങ്കിലും മഠത്തിൽ വേലക്കാരിയായിട്ട് ചേർന്ന് ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് മറിയം ത്രേസ്യ തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ അമ്പഴക്കാട്ട് കർമ്മലീത്ത മഠത്തിലെ മദറിനെ കണ്ട് ഇവളുടെ എല്ലാ കാര്യങ്ങളും വിഷമങ്ങളും പങ്കുവെക്കുകയാണ്. നിശബ്ദയായിട്ട് എല്ലാം കേട്ടതിന് ശേഷം അമ്മ പത്രമേനിയുടെ ഒരു ഭാഗമെങ്കിലും ഇവളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഇവളെ മഠത്തിലെ വേലക്കാരിയായിട്ട് എടുക്കുവാനായിട്ട് തീരുമാനമെടുക്കുകയാണ്. പക്ഷേ കുറേ പ്രാർത്ഥിച്ചതിനു ശേഷം ദൈവത്തിന് ഈ മകളെക്കുറിച്ച് വ്യക്തമായ ദൈവിക പദ്ധതി ഉണ്ടെന്ന് മദർ മനസ്സിലാക്കുകയാണ്. പിന്നീട് മദർ മറിയം ത്രേസ്യയെ വിളിച്ചു വരുത്തി ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാനായിട്ട് ഉപദേശിച്ചിട്ട് വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്. പിന്നീട് മറിയം ത്രേസ്യ ശുശ്രൂഷകളെല്ലാം നിർവഹിച്ചത് സ്വന്തം ഭവനത്തിൽ താമസിച്ചുകൊണ്ട് തന്നെയാണ്. മറിയം ത്രേസ്യയുടെ ജീവിതത്തെ മറ്റു വിശുദ്ധരിൽ നിന്നും വ്യത്യസ്തപ്പെടുത്തുന്നത് അവൾ ജീവിതത്തിൽ നേരിട്ട അതിസാധാരണമായ ദൈവിക അനുഭവങ്ങളും ദൈവിക ദർശനങ്ങളുമാണ്. തൻ്റെ ജീവിത നൗക കൊടുങ്കാറ്റിൽപ്പെട്ട് തകിടം മറിയുമോ എന്നവൾ ഭയപ്പെട്ടു. ആ ഒരു സമയങ്ങളിൽ തൻ്റെ നിസ്സഹായ അവസ്ഥയിൽ തന്നെ സഹായിക്കുവാനായിട്ട് വേണ്ടത്ര മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനായിട്ട് ഒരു ആത്മീയ പിതാവിനെ നൽകണമേ എന്ന് അവൾ ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയെ നയിച്ച കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാനെ ഒരു പക്ഷേ അവൾ ഓർത്തിരിക്കണം. അതുപോലെ ഒരു ആത്മീയ നേതാവിനെ ലഭിക്കണമേ എന്ന് അവൾ അനുദിനം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ 1902 മാർച്ച് മാസത്തിൽ പുത്തഞ്ചിറ പള്ളിയിൽ വെച്ചിട്ട് ഒരു ധ്യാനം നടക്കുകയാണ്. ആ ധ്യാനത്തിൽ മറ്റു ഇടവകകളിൽ നിന്നും അച്ഛന്മാർ കുമ്പസാരിപ്പിക്കുവാനായിട്ട് കടന്നു വന്നിരുന്നു. മറിയം ത്രേസ്യയും ആ ധ്യാനത്തിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ മറ്റിടവകളിൽ നിന്നും വന്ന വൈദികരിൽ ഒരു വൈദികൻ ബഹുമാനപ്പെട്ട ജോസഫ് വിധേയത്തിൽ അച്ഛനായിരുന്നു. ഉള്ളിൽ നിന്ന് ലഭിച്ച ഒരു പ്രേരണയനുസരിച്ച് മറിയം ത്രേസ്യ ജോസഫ് അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കുവാനായിട്ട് കടന്നു ചെല്ലുകയാണ്. അന്ന് കുമ്പസാരിച്ചതിന് ശേഷം മറിയം ത്രേസ്യ തീരുമാനിക്കുകയാണ് ജോസഫ് അച്ഛൻ തന്നെയാണ് തൻ്റെ ആത്മീയ പിതാവ് എന്നുള്ള കാര്യം. കുമ്പസാരിച്ചതിന് ശേഷം ജോസഫ് അച്ഛൻ്റെ അടുത്ത് ചെന്ന് അവൾ ഈ ഒരു ആഗ്രഹം പങ്കുവെക്കുകയാണ്. അവളുടെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും ദൈവിക ദർശനങ്ങളും ദൈവിക അനുഭവങ്ങളും കേട്ടതിനു ശേഷം പ്രാർത്ഥിച്ചതിന് ശേഷം ജോസഫ് അച്ഛൻ അവളുടെ ആത്മീയ പിതാവായി നിലകൊള്ളാമെന്നുള്ള വാഗ്ദാനം കൊടുക്കുകയാണ്. അങ്ങനെ അന്ന് മുതൽ മരണം വരെ 1902 മുതൽ മരണം വരെ മറിയം ത്രേസ്യയുടെ ആത്മീയ പിതാവായിട്ട് നിലകൊണ്ടിരുന്നത് ജോസഫ് അച്ഛൻ തന്നെയായിരുന്നു. അന്ന് ജോസഫ് അച്ഛൻ ഏറ്റെടുത്ത ആ ഒരു ശുശ്രൂഷ വളരെ ശ്രമകരമായ ഒരു ശുശ്രൂഷയായിരുന്നു. ഒത്തിരി അനിശ്ചിതത്വവും സംശയങ്ങളും കൊണ്ട് കലുഷിതമായ മറിയം ത്രേസ്യയുടെ ജീവിതത്തിലേക്ക് നന്മയുടെ വെളിച്ചം വിതറുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത പുണ്യാത്മാവ് തന്നെയായിരുന്നു ജോസഫ് അച്ഛൻ. ഒരു ആത്മീയ പിതാവ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് മറിയം ത്രേസ്യയുടെ ജീവിതമാകുന്ന സമരത്തിൽ കൂടെ നിന്ന് പയറ്റിയ ഒരു സാരഥി തന്നെയായിരുന്നു ജോസഫ് അച്ഛൻ. 26 വയസ്സ് തികഞ്ഞ ഒരു യുവതി യാതൊരു ജീവിത അന്തസ്സിലും പ്രവേശിക്കാതെ ഭവനത്തിൽ തന്നെ തുടരുന്നത് ആ കാലഘട്ടത്തിൽ ആ കുടുംബത്തിന് ഒരു അപഖ്യാതിയായിരുന്നു. പ്രത്യേകിച്ച് മറിയം ത്രേസ്യയുടെ കാര്യത്തിൽ അത് കുറച്ചും കൂടി ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയായിരുന്നു. കാരണം
വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയുകയായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു. പക്ഷേ മറിയം ത്രേസ്യ ആ ഒരു സമയങ്ങളിൽ തന്നാലാവുന്ന വിധത്തിലുള്ള എല്ലാ ശുശ്രൂഷകളും ഓടി നടന്ന് ചെയ്തിരുന്നു. വൃദ്ധരായ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുവാനും അനാഥ കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം നൽകുവാനും ഒക്കെയായിട്ട് ഒത്തിരി കാര്യങ്ങൾ മറിയം ത്രേസ്യയും കൂട്ടുകാരും ചെയ്തിരുന്നു. അങ്ങനെ ഇവർക്കും മറിയം ത്രേസ്യയെ ഒത്തിരി ഇഷ്ടമായിരുന്നു. പാപികളുടെ മാനസാന്തരമായിരുന്നു മറിയം ത്രേസ്യയുടെ ജീവിത ആദർശം. ആത്മാക്കൾക്ക് വേണ്ടി ദാഹിച്ച ഈശോയുടെ ദാഹം തീർക്കുവാനായിട്ട് ആത്മാക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി അവൾ അതിയായി ആഗ്രഹിച്ചു. അതിനായി അതിയായി അവൾ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ പുത്തഞ്ചിറയുടെ മുറിവേറ്റ സൗഖ്യദായികയായിട്ട് ദ വൂണ്ടഡ് ഹീലറായി മറിയം ത്രേസ്യ മാറുകയായിരുന്നു. തൻ്റെ ശുശ്രൂഷ അർഹിക്കുന്നവരുടെ സമീപത്തേക്ക് ഓടിയെത്തുവാൻ മറിയം ത്രേസ്യയ്ക്ക് കഴിഞ്ഞിരുന്നു. ഒരിക്കൽ സ്വന്തം ഭവനത്തിൽ വൈകുന്നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറിയം ത്രേസ്യയ്ക്ക് ശക്തമായ ഒരു പ്രേരണ ലഭിക്കുകയാണ്. ആ പ്രേരണ ലഭിച്ചതനുസരിച്ച് മറിയം ത്രേസ്യ സ്വന്തം ഭവനത്തിൽ നിന്നിറങ്ങി തൊട്ടടുത്തുള്ള ആളൊഴിഞ്ഞ ഒരു ഭവനത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോൾ വസൂരി ബാധിച്ച് സംസ്കരിക്കാനായിട്ട് പായയിൽ പൊതിഞ്ഞു കെട്ടിവെച്ച ഒരു സ്ത്രീയെ, ഒരു രോഗിയെ മറിയം ത്രേസ്യ കാണുകയാണ്. ഉടനെ തന്നെ മറിയം ത്രേസ്യ ആ രോഗിയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കെട്ടുകളൊക്കെ അഴിച്ച് പായയിൽ നിവർത്തിക്കിടത്തി. അതിനുശേഷം മറിയം ത്രേസ്യ അന്ത്യ ശുശ്രൂഷകളെല്ലാം ആ രോഗിക്ക് നൽകി. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ആ രോഗി ഈ ലോകത്തോട് വിട പറഞ്ഞു. എങ്കിലും മറിയം ത്രേസ്യയുടെ സാന്നിധ്യത്തിൽ നല്ലൊരു മരണം, സമാധാനത്തോടെയുള്ളൊരു മരണം കൈവരിക്കാനായിട്ട് ആ രോഗിക്ക് സാധിച്ചു. തിരുകുടുംബത്തിൻ്റെ ദർശനം ഇടയ്ക്കിടെ മറിയം ത്രേസ്യയ്ക്ക് ലഭിച്ചിരുന്നു. തിരുകുടുംബത്തിൻ്റെ നാമധേയത്തിൽ ഒരു സന്യാസിനി സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിന് അതിൻ്റെ അടിസ്ഥാന ശിലയായി മറിയം ത്രേസ്യയെ മുൻകൂട്ടി കണ്ടതുകൊണ്ടായിരിക്കണം തിരുകുടുംബം അവളിൽ പ്രത്യേക ശ്രദ്ധ പതിച്ചിരുന്നത്. വിശുദ്ധരായ മിസ്റ്റിക്കുകൾക്ക് മാത്രം ലഭിച്ചിരുന്ന ദൈവിക ദർശനങ്ങളും പഞ്ചക്ഷതങ്ങളും മറിയം ത്രേസ്യയ്ക്ക് ലഭിച്ചിരുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്നത് 1904 ഡിസംബർ 8-ാം തീയതിയാണ്. മാതാവിൻ്റെ അമലോത്ഭവ വിശ്വാസ സത്യപ്രഖ്യാപനത്തിൻ്റെ സുവർണ ജൂബിലിയോട് അനുബന്ധിച്ച് വിധേയത്തിലച്ചൻ്റെ നേതൃത്വത്തിൽ ഇടവകയിൽ ഒരു ധ്യാനം നടക്കുകയുണ്ടായി. ആ ധ്യാനത്തിൽ ഒത്തിരി പേര് കുമ്പസാരിക്കുവാനായിട്ട് കടന്നു വന്നിരുന്നു. എന്നാൽ അനേകം വർഷങ്ങളായിട്ട് കുമ്പസാരിക്കാതെ പാപത്തിൽ കഴിയുന്ന, പാപത്തിൽ ജീവിക്കുന്ന പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി മറിയം ത്രേസ്യ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിരുന്നു. ധ്യാനത്തിൻ്റെ അവസാന ദിവസമായ ഡിസംബർ 8-ാം തീയതി വൈകുന്നേരം മറിയം ത്രേസ്യ സ്വന്തം ഭവനത്തിൽ റൂമിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒത്തിരിയേറെ ശാരീരികമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുകയായിരുന്നു. ഇത് കണ്ട മറ്റു സഹോദരിമാർ ഉടനെ തന്നെ വിധേയത്തിലച്ചനെ വിവരമറിയിക്കുകയും വിധേയത്തിലച്ചൻ മറ്റു സഹവൈദികരെ കൂട്ടി മറിയം ത്രേസ്യയുടെ ഭവനത്തിലേക്ക് കടന്നു വരികയും ചെയ്യുകയാണ്. അപ്പോൾ വിധേയത്തിലച്ചൻ കണ്ടത് ആത്മീയ അനുഭൂതിയിൽ മുട്ടുകുത്തി ഈശോയെ നോക്കി പ്രാർത്ഥിക്കുന്ന മറിയം ത്രേസ്യയാണ്. ഇങ്ങനെ ഈ ഒരു രംഗം 2-3 മണിക്കൂറോളം തുടർന്നുകൊണ്ടേയിരുന്നു. ഏകദേശം രാത്രി 9 മണിയായപ്പോൾ മറിയം ത്രേസ്യ എന്തോ പറയാനായിട്ട് ശ്രമിക്കുകയാണ്. പരിശുദ്ധ അമ്മ അവളിലൂടെ സംസാരിക്കുന്ന പോലെയാണ് മറ്റുള്ളവർക്ക് അത് അനുഭവപ്പെട്ടത്. മറിയം ത്രേസ്യ പറയാൻ ശ്രമിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്രകാരമായിരുന്നു: ഇവളുടെ ഞെരുക്കങ്ങൾ അവസാനിച്ചിരിക്കുന്നു. ഇനി മുതൽ ഇവൾ മറിയം ത്രേസ്യ എന്ന് വിളിക്കപ്പെടണം. അതിനുശേഷം മറിയം ത്രേസ്യയുടെ എല്ലാ പാരിവശ്യങ്ങളും അവസാനിച്ചു. ദൈവത്തിന് കൃതജ്ഞതാ സ്തോത്രം ആലപിച്ചുകൊണ്ട് അവർ പിരിഞ്ഞു. അന്നു മുതൽ എല്ലാവരും ഇവളെ മറിയം ത്രേസ്യ എന്ന് വിളിച്ചു തുടങ്ങി. എന്നാൽ ഈ പേര് ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെട്ടത് 10 വർഷങ്ങൾക്ക് ശേഷമാണ്. അതായത് 1914 മെയ് 14-നാണ്. അന്നാണ് ഔദ്യോഗികമായിട്ട് തിരുകുടുംബ സന്യാസിനി സമൂഹം സ്ഥാപിക്കപ്പെട്ടത്. ഏകദേശം 36 വയസ്സ് വരെ മറിയം ത്രേസ്യ സ്വന്തം ഭവനത്തിൽ നിന്നുകൊണ്ട് തന്നെ ശുശ്രൂഷ ചെയ്തു പോന്നു. എന്നാൽ വീട്ടുകാരുടെ എതിർപ്പ് മൂലം പിന്നീടുള്ള ദിവസങ്ങളിൽ മറിയം ത്രേസ്യയ്ക്ക് ശുശ്രൂഷ തുടർന്ന് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിരുന്നില്ല. ആ ഒരു സമയങ്ങളിൽ ഒരു ഏകാന്ത ഭവനം സ്ഥാപിക്കണമെന്ന് മറിയം ത്രേസ്യ അതിയായി ആഗ്രഹിച്ചു. അങ്ങനെ തൻ്റെ ആഗ്രഹം തൻ്റെ ആത്മീയ പിതാവിൻ്റെ പക്കൽ മറിയം ത്രേസ്യ വിവരിക്കുകയാണ്.
ഒത്തിരിയേറെ വർഷങ്ങളുടെ കഠിനമായ പ്രയത്നങ്ങൾക്ക് ശേഷം 1913 സെപ്റ്റംബർ 23 പുത്തഞ്ചിറയിൽ വെച്ചിട്ട് ആദ്യത്തെ ഏകാന്ത ഭവനം സ്ഥാപിക്കപ്പെടുകയാണ്. പിന്നീട് മേലധ്യക്ഷന്റെ നിർദ്ദേശപ്രകാരം 1914 മെയ് 14 തിരുകുടുംബ സന്യാസിനി സമൂഹം ഔദ്യോഗികമായി സ്ഥാപിക്കപ്പെടുകയാണ്. 1914 ജൂലൈ 22 തിരുകുടുംബ സന്യാസിനി സമൂഹത്തിന് ആദ്യത്തെ നിയമാവലി ലഭിച്ചു. ആദ്യ ഭവനത്തിന്റെ നിർമ്മാണത്തിന് ശേഷം രണ്ടാമത്തെയും മൂന്നാമത്തെയും ഭവനങ്ങളുടെ നിർമ്മാണം പല വർഷങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ മൂന്നാം ഭവനത്തിന്റെ നിർമ്മാണം 1923 തുമ്പൂരിൽ വെച്ച് ആരംഭിച്ചു. നിർമ്മാണങ്ങൾക്ക് ശേഷം വെഞ്ചിരിപ്പ് കർമ്മത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് മറിയം ത്രേസ്യയുടെ കാലിലേക്ക് ഒരു ക്രാസിക്കാല് ഒടിഞ്ഞു വീഴുകയായിരുന്നു. ക്രാസിക്കാല് ഒടിഞ്ഞു വീഴുന്നതിനെ തുടർന്ന് ഒരു മുറിവ് സംഭവിക്കുകയും ആ മുറിവ് പിന്നീട് വലുതായി മറിയം ത്രേസ്യയുടെ മരണത്തിന് വരെ കാരണമാവുകയും ചെയ്തു. 2-3 വർഷക്കാലത്തേക്ക് ആ മുറിവ് മറിയം ത്രേസ്യയുടെ കാലിൽ തന്നെ ഉണ്ടായിരുന്നു. ഒത്തിരിയേറെ വേദനയിലൂടെ മറിയം ത്രേസ്യ കടന്നുപോയിരുന്നു. ഒത്തിരിയേറെ സർജറികൾ കഴിഞ്ഞെങ്കിലും ആ സർജറിക്കൊന്നും മറിയം ത്രേസ്യയുടെ ആ മുറിവിനെ സൗഖ്യപ്പെടുത്താനായിട്ട് സാധിച്ചിരുന്നില്ല. അങ്ങനെ 1926 ജൂൺ 8 ആ മുറിവിനെ തുടർന്ന് മറിയം ത്രേസ്യ ഈ ലോകത്തോട് വിട പറയുകയാണ്. നീണ്ട 12 വർഷങ്ങളുടെ പ്രയത്ന ഫലമായിട്ട് മറിയം ത്രേസ്യ മരിക്കുമ്പോൾ തിരുകുടുംബ സന്യാസിനി സമൂഹത്തിന് 55 അംഗങ്ങളും 3 ഭവനങ്ങളും 2 സ്കൂളുകളും ഉണ്ടായിരുന്നു. 2019 ഒക്ടോബർ 13 മറിയം ത്രേസ്യയെ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നത്. വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താനുണ്ടായ സംഭവം അതിപ്രകാരമാണ്. തൃശൂർ അതിരൂപതയിലെ പെരിഞ്ചേരി ജോഷി ഷിബി ദമ്പതികളുടെ 3ാമത്തെ മകനുണ്ടായ രോഗശാന്തിയാണ് മറിയം ത്രേസ്യയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താനുണ്ടായ സംഭവം എന്ന് പറയുന്നത്. 2009 ജോഷി ഷിബി ദമ്പതികൾക്ക് 3ാമത്തെ മകനായിട്ട് ക്രിസ്റ്റഫർ ജനിക്കുകയാണ്. തൃശൂർ അമല മെഡിക്കൽ ഹോസ്പിറ്റലിൽ മാസം തികയാതെ ക്രിസ്റ്റഫർ ജനിച്ചത് കാരണം ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളിലൂടെ ആ കുഞ്ഞ് കടന്നു പോവുകയുണ്ടായിരുന്നു. ഡോക്ടർമാർ തീർത്തും വിധി എഴുതി ഈ കുഞ്ഞിൻ്റെ ജീവൻ അധിക നാള് നിൽക്കുകയില്ല എന്ന്. അങ്ങനെ ICUയിൽ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുകൊണ്ടിരിക്കുന്ന ആ മകനെ കണ്ടിട്ട് ആ മകൻ്റെ അമ്മാമ്മ മറിയം ത്രേസ്യയുടെ ഒരു തിരുശേഷിപ്പ് കിടക്കയുടെ അടിയിൽ സൂക്ഷിക്കുവാനായിട്ട് നഴ്സുമാരുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. നഴ്സുമാർ ആ തിരുശേഷിപ്പ് കിടക്കയുടെ അടിയിൽ വെച്ചതിന് ശേഷം ഏകദേശം 20 മിനിറ്റിന് ശേഷം ആ കുഞ്ഞ് സാധാരണഗതിയിൽ ശ്വസിക്കുന്നതാണ് കണ്ടത്. ഡോക്ടർമാർക്ക് പോലും അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. കാരണം അധിക നാൾ ജീവിക്കുകയില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ ഈ കുഞ്ഞ് ഈ തിരുശേഷിപ്പ് വെച്ചതിന് ശേഷം 20 മിനിറ്റിന് ശേഷം സാധാരണഗതിയിൽ ശ്വസിച്ച് സാധാരണ രീതിയിൽ ജീവിക്കുകയാണ്. ഈ ഒരു സംഭവമാണ് മറിയം ത്രേസ്യയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താനായിട്ട് ആഗോള കത്തോലിക്ക സഭ അംഗീകരിച്ചത്. വിശുദ്ധ മറിയം ത്രേസ്യയെ പോലെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്കും പരിശ്രമിക്കാം.